നമസ്കാരം. ഇന്ത്യയിലെ വാഹന പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഏതാണ്ട് ഈ വാരാന്ത്യത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ലോക പ്രശസ്തമായ ഓട്ടോ എക്സ്പോ ഇക്കുറി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. 2025 ഓട്ടോ എക്സ്പോയെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഏതാനും ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഹ്യുണ്ടൈ ഇത്തവണ എത്താൻ പോകുന്നത്. അതിലൊന്ന് ക്രെറ്റ EV ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രെറ്റ EVക്കൊപ്പം എത്തുന്ന സ്റ്റാറിനെയാണ് ഇപ്പോൾ എല്ലാവരും തിരയുന്നത്. ആഗോള വിപണികളിൽ പ്രശസ്തമായ ഒരു മൾട്ടി പർപ്പസ് വാഹനം, അതായത് MPV ആണ് ഹ്യുണ്ടൈ 2025 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിക്കുമെന്ന് അറിയുന്നത്. അത് മറ്റേതുമല്ല, ഹ്യുണ്ടൈയുടെ സ്റ്റാരിയയാണ്. വിശാലമായ സ്ഥല സൗകര്യം, പ്രീമിയം സവിശേഷതകൾ, വലിപ്പം എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ ഈ വലിയ മിനി വാൻ നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെള്ള നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച സ്റ്റേരിയ വാൻ മുംബൈ നിരത്തുകളിൽ കാണപ്പെട്ടിരുന്നു. എന്നാൽ അത് ഇറക്കുമതി ചെയ്ത യൂണിറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രീമിയം MPVകൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് കൂടി വരുന്ന സാഹചര്യം മുതലെടുക്കാനായി സ്റ്റാരിയ ഹ്യുണ്ടായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ധാരാളം സൗകര്യങ്ങൾ, ഒപ്പം 11 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനം. ഒരുപാട് ടാക്സിക്കാരും അതുപോലെ തന്നെ വലിയ ഫാമിലിക്കാരും എടുക്കാൻ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അങ്ങനത്തെ വാഹനം, പ്രത്യേകിച്ച് ഡിമാൻഡ് കൂടുന്നത് എർട്ടിഗയ്ക്കും ഇന്നോവയ്ക്കുമുള്ള ഡിമാൻഡ് കൂടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇപ്പോൾ വലിയ വാഹനങ്ങളോട് ആളുകൾ അടുക്കുന്നുവെന്ന്. ഡൽഹിയിലെ ഭാരത് മണ്ഡപിൽ നടക്കാനിരിക്കുന്ന ഓട്ടോ എക്സ്പോയിൽ ഈ മോഡൽ പ്രദർശിപ്പിക്കാനാണ് ഹ്യുണ്ടൈയുടെ പദ്ധതി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ആഡംബരം തുളുമ്പുന്ന വാഹനം തേടുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട ഹ്യുണ്ടൈ ആഗോള വിപണികളിൽ എത്തിക്കുന്ന മിനി വാനാണ് സ്റ്റേരിയ. ഹ്യുണ്ടൈ സ്റ്റാർ ഗേസർ MPVയേക്കാൾ അല്പം വലിപ്പമുള്ള സ്റ്റേരിയയ്ക്ക് ഏകദേശം 5.3 മീറ്റർ നീളമുണ്ട്. അമേരിക്ക, ചൈന, ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലാണ് ഈ വാഹനം അധികമായി കാണപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിൽ കിയ കാർണിവലുമായാണ് സ്റ്റേറിയ ഏറ്റുമുട്ടുന്നത്. കാർണിവലിന്റെ അതേ പ്ലാറ്റ്ഫോമാണ് സ്റ്റേറിയയും പങ്കിടുന്നത്. ഹൈബ്രിഡ്, V6 പെട്രോൾ, LPG, ഡീസൽ ഓപ്ഷനുകളിലാണ് കാർ വാഗ്ദാനം ചെയ്യുന്നത്. ഹൈബ്രിഡ് പതിപ്പിൽ 1.6 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ മോട്ടോ, അതുപോലെ തന്നെ V6 പെട്രോൾ, LPG ഓപ്ഷനുകളിൽ 3.5 ലിറ്റർ V6 പെട്രോൾ എഞ്ചിൻ, ഡീസൽ ഓപ്ഷനിൽ 2.2 ലിറ്റർ CRDI എഞ്ചിൻ എന്നിവയാണ് തുടിപ്പേക്കുന്നതിന്. MPVയുടെ വലുപ്പവും ഭാരവും കണക്കിലെടുത്ത ഇത് ലിറ്ററിന് 13 കിലോമീറ്റർ എന്ന ആകർഷകമായ ഇന്ധനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എഞ്ചിന്റെ കാര്യത്തിൽ മാത്രമല്ല, സീറ്റിംഗ് ഓപ്ഷനുകളുടെ കാര്യത്തിലും സ്റ്റേറിയ വൈവിധ്യമാർന്ന ഓപ്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. 9 സീറ്റർ, 11 സീറ്റർ പതിപ്പുകളിൽ ഈ കാർ വിദേശ വിപണികളിൽ ലഭ്യമാണ്. പ്രീമിയം സവിശേഷതകളുടെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഈ കാർ മികവ് പുലർത്തുന്നുണ്ട്. 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് സീറ്റുകൾ എന്നീ സവിശേഷതകൾ അകത്തളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ, ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകൾ, പാർക്കിംഗ് സെൻസറുകൾ, ലഗേജുകൾക്കായി പ്രത്യേക സ്ഥലം, മടക്കാവുന്ന സീറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ മറ്റ് സവിശേഷതകൾ. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അഡാസ് അടക്കം നിരവധി ഫീച്ചറുകളും ഇതിൽ വരുന്നുണ്ട്. പുതിയ തലമുറ കാർണിവൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയപ്പോൾ അതിന്റെ ഉയർന്ന വില പോലും നോക്കാതെ ഇന്ത്യക്കാർ വാങ്ങിക്കൂട്ടിയിരുന്നു. കൂടുതൽ സീറ്റുകളും ഹൈബ്രിഡ് സജ്ജീകരണവും അടക്കമുള്ള സ്റ്റാരിയയ്ക്കും ഇന്ത്യയിൽ നിന്ന് മികച്ച സ്വീകരണം ലഭിക്കുമെന്ന കാര്യം നിസ്സംശയം പറയാം.